ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ വീട്ടിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. രാവിലെ എണീച്ച പാടെ എനിക്ക് കിട്ടിയിട്ടുള്ള ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറി ഉണ്ടാക്കാന്നുള്ള കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ചിക്കൻ കറി ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു. സൈഡിൽ തന്നെ അനിയത്തി ഉച്ചക്കത്തേക്കുള്ള ബിരിയാണിൻ്റെ പരിപാടിയിലും കൂടിയാണ്. ഇവിടെ അധികം എല്ലാവരും കൂടുതൽ ഞായറാഴ്ചകളാട്ടോ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുക. അത് അനിയത്തി ആട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഞാൻ വേഗം ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് താത്ത ഓട്ടടക്കുള്ള മാവ് അരച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അടുക്കളയിലുള്ള പണിയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ വേഗം പോയിട്ട് ബെഡ്റൂം വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിൽ 2 ബെഡ്റൂം വൃത്തിയാക്കിയ ശേഷം അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ താത്ത ഓട്ടട ചുടുന്ന തിരക്കിലാണ്. എല്ലാവരും കഴിക്കുന്ന സ്ഥിതിക്ക് ഞാനും 2 ഓട്ടട എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അടുത്ത പണി എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലെ അലക്കിയ തുണികളൊക്കെ വിരിക്കാന്നുള്ളത്. അത് കുറച്ച് തുണികളൊന്നും ആവില്ല കേട്ടോ വിരിക്കാണ്ടാവുക. 2-3 ദിവസം കൂടുമ്പോൾ നമ്മളെ വീട്ടിൽ അലക്കുക. അപ്പൊ അതിന് മാത്രം തുണികൾ അലക്കി വിരിക്കാണ്ടാവും. പിന്നെ ഞാൻ പോയി അടിച്ചു വരി, താത്ത പോയി തുടച്ചു. ഈ സമയത്ത് കുട്ടികളെ തലയിലൊക്കെ എണ്ണ ഇട്ട് കൊടുത്തിട്ട് അനിയത്തി പോയി എല്ലാവരും കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരൊക്കെ ഉറങ്ങുന്ന സമയം നോക്കി ഞാൻ വേഗം ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നേരം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്നത്തെ ദിവസം ഉമ്മാക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഉമ്മ സിപ്പപ്പും കേക്കും അങ്ങനത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സിപ്പപ്പും കഴിച്ച് ഈ കേക്കും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ തിരിച്ച് എല്ലാവരും അവനവന്റെ കെട്ടിച്ച വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ പോണതിന് മുന്നായിട്ട് ഒന്നും കൂടി വീടൊന്ന് വൃത്തിയാക്കി ഇടാൻ വിചാരിച്ചു. അങ്ങനെ ആ ഡ്യൂട്ടി ഞാൻ ഏറ്റെടുത്തിട്ടോ. പിന്നെ ഉമ്മ എല്ലാവർക്കും ഉള്ള ഫുഡ് പാഴ്സലാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അതും പാഴ്സലാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഫ്ലാറ്റിൽ ലീഗ് ജയിച്ചിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതും കൂടി കണ്ടിട്ട് നേരെ തിരിച്ച് ഹസ്ബൻഡ് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും താത്തയും ഉമ്മയും കുട്ടികളും കൂടി ഒരു ഓട്ടോറിക്ഷയിലും അനിയത്തിന്റെ ഹസ്ബൻഡ് വേറെ ഓട്ടോയിലാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ എത്തി നേരെ പ്രമിളച്ചിന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ചായയും കുടിച്ച് കുറച്ച് നേരം പുറത്ത് വന്നിരുന്നിട്ടുണ്ടായിരുന്നു. താത്ത നേരെ കെട്ടിച്ച വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇവിടുത്തെ ലീഗിന്റെ പരിപാടി കഴിയുമ്പോൾ ഏകദേശം രാത്രിയാവും. അത്ര ടൈം നിൽക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഓൾ നേരെ കെട്ടിച്ച വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ പണി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ കൊണ്ടുവന്നായിരുന്നു ഈ ചോക്ലേറ്റും ബർഗറൊക്കെ. അങ്ങനെ ബർഗറൊക്കെ കഴിച്ചതിന് ശേഷം ഏകദേശം പരിപാടി ഇവിടെ എത്താനായി പറഞ്ഞപ്പോൾ നമ്മൾ പുറത്തിറങ്ങി നിന്നിട്ടുണ്ട്. പുറത്തിറങ്ങിയതും ആദ്യം ഉറക്കം വന്ന് കരഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് പ്രകടനം കാണാതെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു കണ്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ പോണ വഴിയിൽ ഇത് കണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും വണ്ടി അവിടെ സൈഡ് ആക്കിയിട്ട് ഈ പ്രകടനം ഫുള്ള് ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമുള്ള പാട്ടും കാര്യങ്ങളും DJ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ കാരണം എനിക്ക് ഇവിടെ ഇടാൻ പറ്റില്ല. അങ്ങനെ ഈ പരിപാടിയും കണ്ടിട്ട് നേരെ തിരിച്ച് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.